ബോധമുള്ളപ്പോഴാണെങ്കിലും ബോധമില്ലാത്തപ്പോഴാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിൽ, അയാളുടെ ബോധത്തിലും അബോധാവസ്ഥയിലും ഒക്കെ അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് അത് ഏത് ജാഗ്രതയിലും സുഷുപ്തിയിലായാലും ജാഗ്രതാവസ്ഥയിലായാലും ഹിന്ദു വിരുദ്ധത മാത്രമേ പുറത്തു വരൂ. അത് അവരുടെ രക്തത്തിലും മാംസത്തിലും ചിന്തയിലും ഒക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇപ്പൊ നമ്മൾ നോക്കൂ, ഇപ്പോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും സമയത്ത്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഹിന്ദുക്കളോട് ഒരു അനുതാപം പ്രകടിപ്പിച്ച ഒരു സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും സമയത്ത് ഒരു സഹതാപം? അവർ 921 മാപ്പിള ലഹളയുടെ കാര്യം പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഇവരുടെയൊക്കെ വിരോധം ഇവർ പറയുന്നത് എന്താ? ഞങ്ങൾ ഹിന്ദുയിസത്തിന്, ഞങ്ങൾ ഹിന്ദു ധർമ്മത്തിന് അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന് ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ ഹിന്ദുത്വക്കാണ് എതിര്. ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ ഹിന്ദുത്വ പൊളിറ്റിക്സ് അതാണല്ലോ, അതിനാണ് ഞങ്ങൾ എതിര്. ഞങ്ങൾ ഹിന്ദുയിസത്തിനെതിരല്ല, ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരല്ല. 921 അനിൽ നമ്പ്യാരെ 921 ആക്രമിക്കപ്പെട്ടത് RSSകാരായിരുന്നോ? ഹിന്ദുത്വ പൊളിറ്റിക്സ് ആയിരുന്നോ? സർവ്വസാധാരണ ഹിന്ദുക്കളായിരുന്നില്ലേ? പട്ടികജാതിക്കാര്, പിന്നോക്ക ഹിന്ദുക്കള്, അവരൊക്കെയല്ലേ ആക്രമിച്ച് കൊല്ലപ്പെട്ടത്, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത്. അവരോട് ഒരു അനുതാപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോഴും അവരാരുടെ പക്ഷത്താ? അവര് ഈ ഇസ്ലാമിക പക്ഷത്താണ്, അവര് തീവ്രവാദികളുടെ പക്ഷത്താണ്. ഈ കൊല്ലപ്പെട്ട ഇരകൾക്ക് വേണ്ടി ഒരിറ്റ് കണ്ണുനീരൊഴിക്കാൻ അവരുടെ ഈ നേതാക്കന്മാര് നാളിത് വരെ തയ്യാറായിട്ടുണ്ടോ? കൊന്നവർക്ക് സ്വാതന്ത്ര്യ സമരവും പെൻഷനും, കൊല്ലപ്പെട്ടവരെ ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരുമായിട്ട് മുദ്രകുത്തി അപമാനിക്കുന്ന ഒരു നിലപാടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളിത് വരെ സ്വീകരിച്ചിട്ടുള്ളത്? ഇത് മാപ്പിള ലഹളയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, നമ്മുടെ ശബരിമല വിഷയം ഉണ്ടായി. ശബരിമല എന്താ RSSകാരുടെ വിഷയമായിരുന്നോ? RSSകാരാണോ അവിടെ മുഴുവൻ സമരം ചെയ്തത്? കേരളത്തിലെ ഹിന്ദു സമാജം ഒന്നടങ്കം ആ വിഷയത്തിൽ ഒറ്റക്കെട്ടായിരുന്നില്ലേ? ആ ഹിന്ദു സമാജത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമായിരുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വിശ്വാസികൾക്കെതിരായിരുന്നു, ഹിന്ദുക്കൾക്കെതിരായിരുന്നു. അപ്പൊ അവരെല്ലാ കാലത്തും അവർ പറയും ഞങ്ങൾ RSSനെയാണ് എതിർക്കുന്നത്, അവർ പറയും ഞങ്ങൾ സംഘപരിവാരത്തെ എതിർക്കുന്നത്, ഞങ്ങൾ ഹിന്ദുക്കളോട് എതിർപ്പില്ലാന്ന്. യഥാർത്ഥത്തിൽ അവർ ഹിന്ദുക്കളോട് എതിർപ്പ്. അതുകൊണ്ടാണ് അവർ രാമനെ ഈ നിലയ്ക്ക് ആക്ഷേപിച്ചത്. RSSന്റെ രാമനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെങ്കിൽ അവരത് പ്രത്യേകം എടുത്തു പറയാമായിരുന്നു. അല്ല, അവര് ശ്രീരാമനെ ദളിത് വിരോധിയായിട്ട് ചിത്രീകരിക്കും. അവര് ബാലിയെ ഒളിയം ചെയ്ത ആളാണെന്ന് പറയും. അവര് ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ച ആളാണ് രാമൻ എന്ന് പറയും. അതൊക്കെ പോട്ടെ, അത് നമുക്ക് ഒരു വിമർശനത്തിന് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. ഓക്കെ, അതിന് ക്രിയാത്മകമായ ഒരു വിമർശനം രാമനെതിരെ ഉന്നയിക്കുന്നതിലൊന്നും നമുക്ക് വിരോധമില്ല. കൃഷ്ണനെതിരെ ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കട്ടെ, കൃഷ്ണന്റെ പ്രവൃത്തിയെ വിമർശിക്കട്ടെ, അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ആക്ഷേപത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പോവുക, അവഹേളനത്തിന്റെ രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മുഹമ്മദിന് എതിരായിട്ട് പറയാൻ ബാലചന്ദ്രന്റെ ഉപ്പുപ്പാക്കി ധൈര്യം ഉണ്ടാവും. ബാലചന്ദ്രന് പോട്ടെ, ബാലചന്ദ്രന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാവുണ്ടല്ലോ, അങ്ങ് ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന, ആ ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന ബാലചന്ദ്രന്റെ ഉപ്പുപ്പാക്ക് മുഹമ്മദ് എന്നുള്ള പേരുച്ചരിക്കാൻ ധൈര്യമുണ്ടോ? പേരുച്ചരിക്കാൻ ധൈര്യപ്പെടില്ല. നമുക്കറിയാം ആ ധൈര്യമില്ല. അവിടെയൊക്കെ കോംപ്രമൈസാ, അവിടെയൊക്കെ. കാരണം ഇവിടെ ഹിന്ദുക്കളെ എന്തുമാകാമെന്നോ എന്നുള്ള ചോദ്യം, എന്തുമാകാമെന്ന് മാത്രമല്ല, ഹിന്ദു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുക, അതിനെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക. നമുക്കറിയാം, ഞാൻ നേരത്തെ ശബരിമലയുടെ കാര്യം പറഞ്ഞു. കാശ്മീരി പണ്ഡിറ്റുകൾ RSSകാരായിരുന്നോ? കാശ്മീരി പണ്ഡിറ്റുകളെ മുഴുവൻ അടിച്ചോടിച്ചു കാശ്മീർ താഴ്വരന്ന്. ഒരു അനുതാപം, ഒരിറ്റു കണ്ണുനീർ അവർക്ക് വേണ്ടി ഒഴുക്കിയതായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒഴുക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് അവര് RSSനെതിരാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. RSSനോടുള്ള എതിർപ്പ് ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നുള്ളതുകൊണ്ടാണ്. ഹിന്ദുക്കൾക്കെതിരാണ് അവര്.